ഇന്നത്തെ ഹോംവർക്കിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് പറയാം. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? 15 into 120 അല്ലേ? (15 into 120) അതായത് നമ്മള് 15 into 120 നെ എക്സ്പാൻഡ് ചെയ്ത് എഴുതും. 100 plus 20. ഈ 15നെ ഈ ബ്രാക്കറ്റിനകത്തുള്ള രണ്ടെണ്ണത്തിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 15 into 100 plus 15 into 20. First 15 into 100, 1500 plus 15 into 20, 300. Upper total 1800. ഇങ്ങനെ തന്നെയല്ലേ ചെയ്തത്? കുഴപ്പമില്ലല്ലോ. ഇനി നമുക്ക് അടുത്ത ചെയ്യാനുള്ളത് എക്സാമ്പിൾ 38 കണ്ടോ ടെക്സ്റ്റിലെ? എക്സാമ്പിൾ 38 എന്താ ക്വസ്റ്റ്യൻ? പേജ് നമ്പർ 22. 103 into 104. 103 into 104. സോ നോർമൽ രീതിയിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ വലിയ പ്രോസസ് അല്ല, 3 digit നമ്പേഴ്സ് അല്ലേ രണ്ടും വരുന്നത്. അപ്പൊ ഒരുപാട് ചെയ്യാനുണ്ടാവും. അതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് ബ്രാക്കറ്റിൽ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ എഴുതിയിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെ ചെയ്യാം? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? (103 into 104). ആദ്യം നമ്മൾ 103നെ എക്സ്പാൻഡ് ചെയ്ത് എഴുതും. 103നെ എക്സ്പാൻഡ് ചെയ്ത് എങ്ങനെ എഴുതാം? എക്സ്പാൻഡഡ് ഫോം എന്താ? 103ന്റെ എക്സ്പാൻഡഡ് ഫോം 100 plus 3 into 104ന്റെ എക്സ്പാൻഡഡ് ഫോം 100 plus 4. 100 plus 3 into 100 plus 4. 103 into 104. ഇനി എന്ത് ചെയ്യണം എന്നറിയോ? ഇനി ഈ 103യിലെ 100ഉം 3യും ഇല്ലേ? 100നെയും 3നെയും ഇപ്പോഴത്തെ 104ലെ 100നെയും 4 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. ആദ്യം 100നെ ഈ ഫസ്റ്റ് ബ്രാക്കറ്റിനകത്തുള്ള രണ്ട് നമ്പേഴ്സ് ഇല്ലേ, 100ഉം 3യും, ഈ 100നെയും 3നെയും ഇത് രണ്ടിനെയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെ അറിയോ? ആദ്യം 100നെ ഇപ്പുറത്തെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഈ 100നെ ഇപ്പുറത്തെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് എങ്ങനെ എഴുതാം? നമുക്ക് ആദ്യം 100 into 100. ആദ്യത്തെ 100 into രണ്ടാമത്തെ 100. പിന്നെ ആ 100നെ അടുത്ത 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 100 into 4. (100 into 100). 100 into 4. അത് കഴിഞ്ഞിട്ട് ഇനി ഇവിടെ 3 വരുന്നുണ്ടല്ലോ. 100 plus 3യിലെ 3 ഇല്ലേ? ഈ 3നെയും ഈ രണ്ട് നമ്പേഴ്സിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3 into ഈ 3നെ ആദ്യം ഇപ്പുറത്തെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പിന്നെ ഈ 3നെ ഇപ്പുറത്തെ 4 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം.
3 into 100 plus 3 into 4. ഇത്രയും ചെയ്താൽ ഇതിന്റെ ടോട്ടൽ ആൻസർ കിട്ടും. ഇനി സാധാരണ പോലെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി. 100 into 100 എത്രയാ? 10,000 അല്ലേ? 100 into 100 10,000 plus 100 into 4 400 plus next 3 into 100 300 plus last 3 into 4 12. ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ അതിന്റെ ആൻസർ ആയി 10,000 plus 400 plus 300 plus 12. 10,712. ടോട്ടൽ ആൻസർ ആയി 103 into 104 ന്റെ ആൻസർ ആണ് 10,712. മനസ്സിലായോ? മനസ്സിലായോ? നോക്കട്ടെ, എല്ലാരും കാണുന്നില്ലല്ലോ. മനസ്സിലായോ? യെസ് ഓർ നോ? യെസ്. ഒരു എക്സാമ്പിളും കൂടി ഡിസ്കസ് ചെയ്യാം. ചെറിയ എക്സാമ്പിൾ എടുക്കാം. വേണ്ട, 26 into 52. 26 into 52 എന്നുള്ളത് നമുക്ക് ആദ്യം എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. എങ്ങനെ എഴുതാം? 26നെ എക്സ്പാൻഡ് ചെയ്തിട്ട് 20 plus 6 എന്ന് എഴുതാം. അത് കഴിഞ്ഞിട്ട് ഇൻറ്റു 52നെ 50 plus 2 എന്ന് എഴുതാം. ഇനി എന്ത് ചെയ്യണം? ഈ 20 plus 6ലെ 20നെയും 6നെയും കൊണ്ട് 50 plus 2ലെ 50യെയും 2നെയും മൾട്ടിപ്പിൾ ചെയ്യാം. ആദ്യം നമ്മൾ 20നെ കൊണ്ട് 15നെയും 2നെയും മൾട്ടിപ്പിൾ ചെയ്യും. 20 കൊണ്ട് 15നെയും 2നെയും മൾട്ടിപ്ലൈ ചെയ്യാം. അത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയതിനു ശേഷം 20 into 50 plus 20 into 2. അപ്പൊ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ആ ഒരു ഫോം കംപ്ലീറ്റ് ആയി. ഇനി 6നെ കൊണ്ട് 50 plus 2നെ മൾട്ടിപ്ലൈ ചെയ്യണം. 16നെ കൊണ്ട് 50 plus 2നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് 6 into 50, നെക്സ്റ്റ് 6 into 2. ബാക്കി എങ്ങനെ വരും? 6 into 50 plus 6 into 2. ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താല് ഇതിന്റെ ടോട്ടൽ ആൻസർ കിട്ടി. 20 into 50 എത്രയാ? 20 into 50 1000. 1000 plus 20 into 2 40 plus 6 into 50 6 into 50 6 into 5 30. 30 ന്റെ കൂടെ ഒരു 30 കൂടി ഇട്ടാൽ 6 into 50 ആയി. സോ 300 plus 6 into 2 12. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ അതിന്റെ ആൻസർ ആയി 1352. അതായത് 26 into 52ന്റെ ആൻസർ ആണ് 1352. ഇത് നിങ്ങൾ ഡയറക്റ്റ് മൾട്ടിപ്പിൾ ചെയ്താലും ഇതേ ആൻസർ തന്നെ കിട്ടും. മനസ്സിലായോ? എക്സ്പാൻഡ് ബ്രാക്കറ്റ് ഇട്ടിട്ട് എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ മനസ്സിലായോ? കുഴപ്പമുണ്ടോ? മനസ്സിലായോ? എന്താ ഹരി?
മിസ്സേ നമുക്ക് ഇങ്ങനൊന്നും ചെയ്യാണ്ട് ആ തമ്മ 2 നമ്പർ സാധാരണ പോലെ ചെയ്താലും പോരെ? സാധാരണ പോലെ ചെയ്താൽ മതി. പക്ഷെ എക്സ്പാൻഡിങ് ബ്രാക്കറ്റ് ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്ത് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇതുപോലെ തന്നെ ചെയ്യണം. എക്സാമിന് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും ഇതുപോലെ ചെയ്യണം. നിങ്ങൾ സാധാരണ മൾട്ടിപ്പിൾ ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതധികം നോക്കണ്ട, ഇത് അത്രയൊന്നും ഇല്ല, ചെറിയൊരു ടോപ്പിക് അല്ലേ, ഇതിനധികം ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നിങ്ങള് മാത്സ് പ്രോബ്ലം ചെയ്ത് വരുമ്പോ കുറച്ച് വലിയ ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ നിങ്ങൾക്ക് നോർമൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഇപ്പൊ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് എക്സാമ്പിൾ മാത്രം നോക്കിയാൽ മതി. നെക്സ്റ്റ് ടോപ്പിക് എടുത്താലോ? നെക്സ്റ്റ് ടോപ്പിക് അശ്വിൻ, എന്താ ഇവിടെ ചെയ്യുന്നേ? എന്താ ചെയ്യുന്ന ഇവിടെ? Okay, next topic Roman numerals, the last topic of our chapter. Roman numerals നിങ്ങൾ പഠിച്ചതല്ലോ അല്ലേ? അല്ലേ? 3rd സ്റ്റാൻഡേർഡ് മുതൽ എങ്ങനെ പഠിക്കുന്നതാന്ന് തോന്നുന്നു റോമൻ ന്യൂമറൽസ് അല്ലേ? അതെ. പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? പഠിച്ചത് മറന്നുപോയി. നല്ല കാര്യം. ഇതെന്താ എല്ലാവർക്കും മറന്നു പോന്നെ? പഠിക്കുന്നൊക്കെ പഠിച്ച കാര്യം മറന്നു പോവോ? അങ്ങനെ മറന്നു പോവോ? 4ാം ക്ലാസ്സിലെ ലാസ്റ്റ് ആയിട്ട് വിളിച്ചത്. 4ാം ക്ലാസ് കഴിഞ്ഞ് 5ാം ക്ലാസ് ഒരു കൊല്ലല്ലേ ആയുള്ളൂ, എന്നിട്ട് മറന്നുപോയോ? നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. 5ാം ക്ലാസ്സിലുണ്ടല്ലോ. അപ്പൊ ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, റോമൻ ന്യൂമറൽസിൽ ഏതൊക്കെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ഉപയോഗിക്കുന്നത്? കൂടുതൽ നിങ്ങൾക്ക് ഇതിനെ പറ്റി പഠിപ്പിക്കേണ്ട കാര്യമില്ല, പഠിക്കാത്ത ആരും ഉണ്ടാവില്ല റോമൻ ന്യൂമറൽസ്. ആരാ പറയുന്നത്? ഹെവൻ പറയുന്നോ? പറയുന്നോ? ഏതൊക്കെ? ഏതൊക്കെയാ ഒന്നുകൂടി പറഞ്ഞേ. L, D, C, F, F അല്ല M, F അല്ല M, M, പിന്നെ 5 അല്ല 5 V, I, D, capital letter I, Z, Z എവിടെയാണ് വരുന്നത്? ഇപ്പൊ എല്ലാം പറഞ്ഞു ഏകദേശം. ഓക്കെ, ജുവാന ക്രമത്തിൽ പറയാൻ പറ്റുമോ? ഓക്കെ, വേറെ ആരാ? ഹരി. I, V, X, L, C, D, M. ഓക്കെ, ജസ്റ്റസ് പറഞ്ഞേ. IV, നോക്കിട്ട് വേണ്ട, നോക്കാതെ പറ. IV, XL, CDM. ജീവ പറഞ്ഞേ, ഏതൊക്കെയാ? I, V, X, C, D, M.
CDM. ഒന്ന് വിട്ടുപോയി. IVX LCDM. ഓക്കെ, അപ്പോ ഈ 7 ലെറ്റേഴ്സ് 7 ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ഉപയോഗിച്ചാണ് നമ്മൾ റോമൻ നമ്പേഴ്സ് ഉണ്ടാക്കുന്നത്. നോർമലി ഹിന്ദു അറബിക് സിസ്റ്റത്തില് നമുക്ക് 10 ഡിജിറ്റ്സ് ഉണ്ട് നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. വിച്ച് ആർ ദേ? 0, 1, 2, 3, 4, 5, 6, 7, 8, 9. ഈ 10 ഡിജിറ്റ്സ് വെച്ചിട്ടാണ് നമ്മുടെ ഹിന്ദു അറബിക് സിസ്റ്റത്തില്, വേൾഡ് ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഹിന്ദു അറബിക് സിസ്റ്റത്തില് നമ്മൾ നമ്പേഴ്സ് ഉണ്ടാക്കുന്നത്. ബട്ട് ഇൻ റോമൻ ന്യൂമറൽസ് ദേ യൂസ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്, ഇംഗ്ലീഷ് ക്യാപിറ്റൽ ആൽഫബറ്റ്സ് to make numbers. They took 7 English alphabets: I, V, X, L, C, D, M. Each letters has its own value. ഓരോ ലെറ്റേഴ്സിനും അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട്. Value for I is 1. Then value for V is 5. Value for X is 10. Value for L is 50. Value for C is 100. Value for D is 500. Then last value for M is 1000. അപ്പോ ഇത്രയും ലെറ്റേഴ്സ് വെച്ചിട്ടാണ് ബാക്കിയുള്ള എല്ലാ ലെറ്റേഴ്സും റോമൻ ന്യൂമറൽസിൽ നമ്മൾ എഴുതുന്നത്. കുറച്ച് ബുദ്ധിമുട്ടുണ്ട് റോമൻ ന്യൂമറൽസ് കണ്ടുപിടിക്കാനും എഴുതാനും വായിക്കാനും ഒക്കെ. ശരിക്കും പഠിച്ചില്ലെങ്കിൽ, അതിന്റെ റൂൾസ് കറക്റ്റ് ആയിട്ട് പഠിച്ചില്ലെങ്കിൽ നമുക്ക് റോമൻ ന്യൂമറൽസ് എഴുതാനോ റോമൻ ന്യൂമറൽസ് കണ്ടാലും മനസ്സിലാക്കാനോ ഒന്നും പറ്റില്ല. റൂൾസ് നിങ്ങൾ പഠിച്ചതാണോ? റൂൾസ് ഫോർ റൈറ്റിംഗ് റോമൻ ന്യൂമറൽസ്? നോ. ജീവ പഠിച്ചതല്ലേ? നിജാദ്, ഹരി, അശ്വിൻ, ജോന പഠിച്ചാണോ? ജസ്റ്റിസ്, ആതിര, ശ്രീവിഷ്ണു, ജോയൽ അവരെ വിട്ടേക്ക്, അവർ ചിലപ്പോ പഠിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഷുവർ ആണ് ഞാൻ, കാരണം നിങ്ങളുടെ തൊട്ട് താഴത്തെ ക്ലാസ്സിൽ ഞാൻ തന്നെയാണ് ഇത് പഠിപ്പിച്ചത്. ഇപ്പൊ കുറച്ചു മുന്നേ 5th സ്റ്റാൻഡേർഡിലോ 4th സ്റ്റാൻഡേർഡിലോ ആണെന്ന് തോന്നുന്നു. റൂൾസ് ഫോർ റൈറ്റിംഗ് റോമൻ ന്യൂമറൽസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ഇപ്പൊ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് പഠിച്ചിട്ടുണ്ടോ? യെസ്. ആതിരയ്ക്ക് അറിയോ റൂൾസ് ഏതൊക്കെയാന്ന്? നോ. ശ്രീവിഷ്ണുവിന് അറിയാൻ ചാൻസ് ഇല്ല. ജോയലിന് അറിയോ ഏതൊക്കെയാ റൂൾസ് എന്നറിയോ? ഇല്ല. അപ്പൊ നമുക്ക് പറഞ്ഞുതരാം. അതിനു മുന്നേ ഈ പഠിച്ചവർക്ക് ഓർമ്മയുണ്ടോന്നൊന്ന് നോക്കണ്ടേ? ഇവര് പഠിച്ചു എന്ന് പറയുന്നുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ഷുവറാ. എന്തായാലും പഠിപ്പിച്ചിട്ടുണ്ടാവും. നിങ്ങൾ പഠിച്ചോന്നൊന്ന് നോക്കണ്ടേ? അറിയുന്ന റൂൾസ് ഒന്ന് പറഞ്ഞേ. ആരാ പറയുന്നേ? ജീവ തന്നെ പറഞ്ഞു. റൂൾസ് ഏതൊക്കെയാ, അറിയുന്ന ഏതൊക്കെയാണെന്ന് പറഞ്ഞു. മിസ്സേ മറന്നുപോയി. ഇതേ ആൻസർ തന്നെ, ഞാൻ പ്രതീക്ഷിച്ച ആൻസർ തന്നെ പറഞ്ഞേ, മറന്നുപോയി. ഓക്കെ, അടുത്ത ആള് ഹരി. മറന്നുപോയി. സെയിം ആൻസർ. ജസ്റ്റിസ് മറന്നുപോയി. വലിയ അക്കത്തിൽ ലെഫ്റ്റ് സൈഡില് ചെറിയ കൂട്ട അത് ചെറിയതാവും. എങ്ങനെ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് അറിയാം. വലിയക്കത്തിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ചെറിയ കിട്ടാല് വലിയക്കോ ചെറിയക്കോ ആവും. ഓക്കെ, അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട്. ശരി തന്നെ, അത് റൂൾ തന്നെ. 2 റൂൾ ഉണ്ട് അതുപോലെ. ഹരിക്ക് എന്തോ പറയണ്ട, എന്തൊക്കെയോ ഓർമ്മ വന്നു തോന്നുന്നു അല്ലേ? ബീന്റെ ഇപ്പുറ സൈഡിലിട്ടാല് ഒന്ന് കുറക്കലും ഇപ്പുറ സൈഡിലിട്ടാ കൂട്ടലും. ഇപ്പുറ സൈഡിലെ കുറക്കലും ഇപ്പുറ സൈഡിലെ കൂട്ടലും ഏത് സൈഡാന്ന് പറ? ലെഫ്റ്റ് സൈഡിലിട്ടാ കുറക്കല്.
ലെഫ്റ്റ് സൈഡിൽ ഇട്ടാല് കുറക്കില്ലേ? റൈറ്റ് സൈഡിൽ ഇട്ടാ കൂട്ടൽ. ആ ഓക്കെ ഓക്കെ, 2 റൂള് കിട്ടി ഇപ്പൊ. ലെഫ്റ്റ് സൈഡിൽ എഴുതിയാൽ കുറക്കലും റൈറ്റ് സൈഡിൽ എഴുതിയാൽ കൂട്ടലും. 2 റൂളായി. 5 റൂൾ ഉണ്ട്. 2 ആയി. ജുവാന പറയുന്നോ? ഒന്ന് ജുവാന പറഞ്ഞോ. റിപ്പീറ്റ് ചെയ്ത് വരുന്നത് അഡീഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു അല്ലേ? അല്ലേ പറഞ്ഞേ? ആ ഓക്കെ. നമ്മള് റോമൻ ന്യൂമറൽസില് സിമ്പിൾസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നു എന്ന് പറഞ്ഞാല് അത് അഡീഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതൊരു റൂൾ. അപ്പൊ 3 ആയി. ഇനി ബാക്കിയോ? ബാക്കി ഏതാ? 2 റൂളും കൂടി ഉണ്ടല്ലോ. ആ ഹരിക്ക് ഓർമ്മ വരുന്നുണ്ട്. മോളിങ്ങനെ 2 വരയിട്ടാല് അത് വലിയ വാക്ക് 10,000 അങ്ങനെ ഉണ്ടല്ലോ. 1000ന്റെ മേലൊരു വരയിട്ടാല് 10,000 ആണോ? അങ്ങനെയല്ല. ഒരു സിമ്പിളിന്റെ റോമൻ ലെറ്റേഴ്സ്, റോമൻ ന്യൂമറൽസിന്റെ ഒരു സിമ്പിളിന്റെ മേലെ ഒരു വരയിട്ടാല് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓർമ്മയുണ്ടോ? ഓക്കെ, അപ്പൊ ഏകദേശ റൂൾസ് എല്ലാം ആയി. അതില് ജുവാന പറഞ്ഞ ഒരു റൂൾ തന്നെയാണ് 2 റൂളായിട്ട് വരുന്നത്. ഫസ്റ്റ് റൂൾ, repetition of a Roman symbol implies the addition of its values as many times as it occurs. നമ്മുടെ റോമൻ ലെറ്റേഴ്സില്, റോമൻ സിമ്പിൾസില് സിമ്പിൾസ് റിപ്പീറ്റ് ചെയ്തു വരുന്നു എന്ന് പറഞ്ഞാല് that means its value is adding. അതിന്റെ വാല്യൂ ആഡ് ചെയ്യുന്നതാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ റോമൻ ന്യൂമറൽസിൽ 1 എന്നുള്ളതിന് ഐ എന്നല്ല എഴുതുന്നേ അല്ലെ? 2 എന്നുള്ളതിന് ഐ എന്ന് എഴുതും. 2 ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഐ എന്ന് എഴുതും. അങ്ങനെയാവുമ്പോ 2 ഐന്റെയും വാല്യൂ തമ്മിൽ ആഡ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്? 1 + 1 2 അല്ലെ? പിന്നെ 3 എന്നുള്ളതിന് ഐ എന്ന് എഴുതും. അപ്പൊ അതിന്റെ വാല്യൂസ് ആഡ് ചെയ്തിട്ട് 1 + 1 + 1 3 എന്ന് വാല്യൂ വരും. That is the first rule. Repetition of a Roman symbol implies the addition of its value as many times as it occurs. എത്ര ടൈംസ് അത് റിപ്പീറ്റ് ചെയ്യുന്നോ അത്രയും ടൈംസ് അത് ആഡ് ചെയ്യുന്നതാണ് അതിന്റെ മീനിങ്. That is first rule. Then continuation of this rule, the second rule is only I, X, C, M can be repeated. We already said there are 7 letters for Roman numerals. 7 letters നമ്മൾ റോമൻ നമ്പേഴ്സ് എഴുതാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ only 4 letters can be repeated. 4 ലെറ്റേഴ്സ് മാത്രമേ ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ പാടുള്ളൂ. ഏതൊക്കെയത്? I, X, C, M. What are the values of these letters? I 1, X 10, C 100, M 1000. ഈ 4 ലെറ്റേഴ്സ് മാത്രമേ നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പാടുള്ളൂ. റിപ്പീറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ by how many times? മാക്സിമം നമുക്ക് എത്ര ടൈംസ് റിപ്പീറ്റ് ചെയ്യാം ഒരു സിമ്പിൾ? എത്ര ടൈം റിപ്പീറ്റ് ചെയ്യാം? We can repeat up to 3 times. നമുക്ക് ഒരു സിമ്പിൾ 3 തവണ മാത്രമേ റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ പാടുള്ളൂ. ഒരു നമ്പർ എഴുതാൻ വേണ്ടി റോമൻ ലെറ്റേഴ്സ് 3 തവണ മാത്രമേ റിപ്പീറ്റ് ചെയ്യാൻ പാടുള്ളൂ. 3 തവണ മാത്രമേ റിപ്പീറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് 3 തവണ മാത്രമേ എഴുതാൻ പാടുള്ളൂ. അതായത് ഇപ്പോ 1 എന്നുള്ളതിന്റെ സിമ്പിൾ ഐ അല്ലേ? നമ്മൾ 2 എന്നുള്ളതിന് ഐ എന്ന് എഴുതും.
3 എന്നുള്ളതിന് I എന്ന് എഴുതും. 4 എന്നുള്ളതിന് I എന്ന് എഴുതുന്നുണ്ടോ? ഇല്ല. I എന്നുള്ള സിമ്പൽ 3 തവണ മാത്രമേ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെയാണ് X എന്ന് പറയുന്ന സിമ്പൽ we can repeat up to 3 times. C can also repeat up to 3 times. ഏതൊക്കെ സിമ്പിൾസ് ആ റിപ്പീറ്റ് ചെയ്യുന്നത്? I, X, C, M. ഈ 4 സിമ്പിൾസ് മാത്രമേ നമുക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് റോമൻ ലെറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ. That is the second rule. Repetition must be up to 3 times. 3 തവണയിൽ കൂടുതൽ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് 3 തവണ മാത്രമേ കണ്ടിന്യൂസ് ആയിട്ട് എഴുതാൻ പാടുള്ളൂ. അതിനുശേഷം വേറെ ലെറ്റർ വന്നിട്ട് ആദ്യത്തെ സിമ്പിൾ തന്നെ പിന്നെ എഴുതുന്നോണ്ട് കുഴപ്പമില്ല. കണ്ടിന്യൂസ് ആയിട്ട് 3 ടൈംസ് മാത്രമേ റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ പാടുള്ളൂ. ഓക്കെ, ദെൻ ആദ്രയ്ക്ക് ശ്രീവിഷ്ണുവിനൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ജോയൽ, റൂൾസ് മനസ്സിലാവുന്നുണ്ടോ? യെസ്. ഇനി നെക്സ്റ്റ് റൂൾ എന്താ? നെക്സ്റ്റ് റൂൾ a smaller Roman numeral placed to the right of a larger Roman numeral is always added to the larger Roman numeral. നേരത്തെ ഹരി പറഞ്ഞതുപോലെ ഇപ്പുറത്തെ സൈഡിൽ എഴുതിയ കൂട്ടലും ഇപ്പുറത്തെ സൈഡിൽ എഴുതിയ കുറക്കലും എന്ന് പറഞ്ഞില്ലേ? വാല്യൂ കുറവുള്ള ഒരു സിമ്പൽ വാല്യൂ കൂടുതലുള്ള ഒരു സിമ്പലിന്റെ റൈറ്റ് സൈഡിലാണ് എഴുതുന്നതെങ്കിൽ that means their values added. The values is always added. ചെറിയ സിമ്പൽ വലിയ സിമ്പലിന്റെ റൈറ്റ് സൈഡിൽ എഴുതിയാല് വാല്യൂ ആഡ് ചെയ്യുന്നു. നമ്മൾ 6 എന്നുള്ളതിന് എങ്ങനെ എഴുതും? VI എന്നല്ലേ എഴുതുന്നേ റോമൻ ന്യൂമറൽസിൽ? 6 എന്നുള്ളതിന് VI എന്നല്ലേ എഴുതുന്നേ? വിന്റെ വാല്യൂ 5. വിന്റെ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ ഐന്ന് എഴുതും. ഐന്റെ വാല്യൂ 1 ആണ്. വിന്റെ വാല്യൂനേക്കാളും ചെറുതാണ് ഐന്റെ വാല്യൂ. സോ ഇറ്റ്സ് വാല്യൂസ് ഈസ് ആഡഡ്. 5 plus 1 6. ആ പേജ് നമ്പർ 23 റൂൾ 2 നോക്കിയേ. സ്മോളർ റോമൻ ന്യൂമറൽ പ്ലേസ്ഡ് to the right of a larger Roman numeral is always added to the larger Roman numeral. And example ഒന്ന് നോക്കിയേ. VI 5 plus 1 6. Next XV. X ന്റെ വാല്യൂ 10, V ന്റെ വാല്യൂ 5. XV എന്ന് പറഞ്ഞാല് 15. LXV എന്ന് പറഞ്ഞാല് L ന്റെ വാല്യൂ 50, X ന്റെ വാല്യൂ 10, V ന്റെ വാല്യൂ 5. So LXV is 65. Right side like നമ്മൾ smaller value ഉള്ള symbol എഴുതിയാല് that means that value is added. അതില് ഒരു ചെറിയൊരു നോട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. V, L and D are never written to the left of a larger Roman numeral. Sorry, അത് third rule ന്റെ expansion ആണ്. അപ്പൊ second rule പറഞ്ഞത് smaller Roman numeralsന്റെ numerals നമ്മൾ റൈറ്റ് സൈഡിൽ എഴുതിയാൽ അതിന്റെ വാല്യൂ ആഡ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് റൂൾ പറയുന്നത് a smaller Roman numeral placed to the left of a larger Roman numeral is always subtracted from the larger Roman numeral. റൈറ്റ് സൈഡിൽ എഴുതിയാൽ നമ്മൾ വാല്യൂ ആഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതേപോലെ സ്മോളർ വാല്യൂ ഉള്ള സിമ്പൽ ലെഫ്റ്റ് സൈഡിൽ എഴുതുവാണെങ്കിൽ അതിന്റെ വാല്യൂ സബ്ട്രാക്ട് ചെയ്യും. നേരെ ഓപ്പോസിറ്റ്, റൈറ്റ് സൈഡിൽ എഴുതുമ്പോൾ ആഡ് ചെയ്യും, ലെഫ്റ്റ് സൈഡിൽ എഴുതുമ്പോൾ സബ്ട്രാക്ട് ചെയ്യും. നമ്മൾ 4 എന്നുള്ളതിന് I V എന്നല്ല എഴുതുന്നേ. വിന്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ I എഴുതും.
അപ്പൊ അതിന്റെ വാല്യൂസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുന്നു. 5 മൈനസ് 1 അങ്ങനെയാണ് 4 കിട്ടുന്നത്. അതിന്റെ എക്സ്പാൻഷൻ ആണ് തൊട്ട് താഴെ നോട്ട് 1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തത്. 4 നോട്ട്സ് കൊടുത്തിട്ടുണ്ട് അവിടെ. അതിന്ന് പറയാൻ സമയമില്ലല്ലോ. അപ്പൊ ആ 2 റൂൾ, ആദ്യത്തെ റൂൾസ് രണ്ടും കറക്റ്റ് ആയിട്ട് പഠിക്കാം. ഇന്നത്തെ ഹോംവർക്ക് എന്താന്ന് വെച്ചാല് നിങ്ങൾക്ക് അറിയുന്ന അത്രയും റോമൻ ന്യൂമറൽസ് നോട്ടിൽ എഴുതുക. 1 to എത്ര വരെ എഴുതാൻ അറിയോ അത്രയും എഴുതാം. I, 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 V, 1, 2, 3, 4 എന്നുള്ള റോമൻ ന്യൂമറൽസ് ഇല്ലേ, എത്രയാണോ അറിയാൻ പറ്റുന്ന അത്രയും എഴുതാം. 20 വരെ എത്ര എഴുതാന്ന് പറഞ്ഞാല് 100ന്റെ മുകളിലുണ്ടാവും. അങ്ങനെ എഴുതാൻ പറ്റുന്ന അത്രേ, തെറ്റാതെ എഴുതാൻ പറ്റുന്ന അത്രേ, തെറായിട്ട് എഴുതാൻ പറ്റുന്ന അത്ര എഴുതാം. റോമൻ ന്യൂമറൽസും അതിന്റെ വാല്യൂവും. അതാണ് ഇന്നത്തെ ഹോംവർക്ക്. ഓക്കെ, ബാക്കി റൂൾസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇതും കൂടി ആയാലും ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും കേട്ടോ. പക്ഷെ ഇത് കുറച്ച് പഠിക്കാനുണ്ട്, പെട്ടെന്ന് തീർക്കാൻ നോക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തേക്ക് ഇത്രയും മതി. ആദ്യത്തെ 2 റൂള് കറക്റ്റ് ആയിട്ട് പഠിക്കുക. റോമൻ ന്യൂമറൽസ് അറിയുന്ന അത്രയും നോട്ടിൽ എഴുതി വെക്കുക. ശ്രീ വിഷ്ണു എന്താ? ജസ്റ്റസ് പറഞ്ഞോ. മിസ്റ്റർ റോമനൊക്കെ എഴുതിയിട്ട് ഹൈഫൺ ഇട്ടിട്ട് 1 2 3 അത് അങ്ങനെ എഴുതണോ? അങ്ങനെ എഴുതണം. അല്ലെങ്കിൽ നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലാവില്ലല്ലോ. തെറ്റിപ്പോയാലോ? ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? വൈൻഡപ്പ് ചെയ്തൂടെ? പോരെ, ഇനി വേണോ? ഓക്കെ, ബൈ.